നോക്കാൻ പോകുന്നത് നമ്മൾ ഇതുവരെ എടുത്ത ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്ന പാഠഭാഗത്തിലെ രണ്ടാമത്തെ പാർട്ടായിട്ടുള്ള ഭാഗമാണ്. സോ നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ക്ലൈമറ്റ് എന്ന ടോപ്പിക്കാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. നമ്മുടെ കാലാവസ്ഥയെ എന്തൊക്കെ ഘടകങ്ങളാണ് സ്വാധീനിക്കുന്നത്, അതെങ്ങനെയാണ് നമ്മുടെ കാലാവസ്ഥയിൽ മാറ്റം വരുന്നത് എന്നൊക്കെയാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ആദ്യമായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് ഏത്? അക്ഷാംശ സ്ഥാനം, അതായത് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയും. നമ്മുടെ ലാറ്റിറ്റ്യൂഡ്, അക്ഷാംശ സ്ഥാനം എന്തിനെ സ്വാധീനിക്കുന്നുണ്ട്? കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട്. ലാറ്റിറ്റ്യൂഡും ആൾട്ടിറ്റ്യൂഡും. അതുപോലെ സമുദ്ര നിരപ്പിൽ നിന്നുള്ള ഉയരം, നിരപ്പിൽ നിന്നുള്ള ഉയരം, അതായത് കടലിൽ നിന്ന് എത്ര ഉയരത്തിലാണ് ആ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്, അതെന്തിനെ സ്വാധീനിക്കുന്നുണ്ട്? അത് നമ്മുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇനി അടുത്താണ് ഭൂപ്രകൃതി, ഫിസിയോഗ്രഫി. ഭൂപ്രകൃതി, ഭൂമിയുടെ ഘടന എങ്ങനെയാണ്, കുന്നുകളുണ്ടോ, നിരപ്പായ സ്ഥലമാണോ, അതെല്ലാം എന്തിനെ സ്വാധീനിക്കുന്നുണ്ട്? നമ്മുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട്. അടുത്താണ് കാറ്റ്, വിൻഡ്. നമ്മുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ്. കാറ്റ് നമ്മുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇതുപോലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ് ഇത് ഭൂപ്രകൃതി എന്ന് പറയുന്നത്. ഫിസിയോഗ്രഫി ഈസ് അനദർ ഇമ്പോർട്ടന്റ് ഫാക്ടർ ദാറ്റ് ഇൻഫ്ലുവൻസ് ക്ലൈമറ്റ്. ഓക്കെ, ഈ ഈർപ്പവാഹിനിയായ കാറ്റിനെ, അതായത് നമ്മുടെ വെള്ളമൊക്കെ നിറഞ്ഞ കാറ്റിനെ ദിശയ്ക്ക് അഭിമുഖമായിട്ട് നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തി മഴ പെയ്യിക്കാൻ വേണ്ടിയിട്ട് കാരണമാവുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ മൺസൂൺ മഴയെ കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചു. ഈ മൺസൂൺ കാറ്റുകൾ തടഞ്ഞു നിർത്തുന്ന അതാണ് നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ്, പശ്ചിമഘട്ടമാണ് നമ്മുടെ മൺസൂൺ വിൻഡിനെ തടഞ്ഞു നിർത്തി നമ്മുടെ കേരളത്തിലൊക്കെ മഴയ്ക്ക് കാരണമാകുന്നത്. മോയ്സ്ചർ ലേഡർ വിൻഡ്സ് ആർ abstracted by the mountains located against their direction resulting in rainfall. നല്ല ശക്തമായ മഴയ്ക്ക് എന്ത് കാരണമാകും? ഈ മലകള് കാരണമായിട്ട് മാറും. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മലനിരകൾ, മൗണ്ടൻ റേഞ്ചുകൾ ഏതൊക്കെ നോക്കൂ. ഒന്ന് വെസ്റ്റേൺ ഗട്ട്സ് ഉണ്ട്, അതുപോലെ ഈസ്റ്റേൺ ഗട്ട്സ് ഉണ്ട്. വെസ്റ്റേൺ ഗട്ട്സും ഉണ്ട്, ഈസ്റ്റേൺ ഗട്ട്സ് ഉണ്ട്. പിന്നെയോ വിദ്യയുണ്ട്, സത്പുരയുണ്ട്. അത് ഒരുമിച്ച് പറയാവുന്ന പേരുകളാണ്, വിദ്യ, സത്പുര. പിന്നെയോ ആരവല്ലി ഉണ്ട്, ഇന്ത്യയിലെ ഏറ്റവും പഴയ മലനിരയായുള്ള ആരവല്ലി ഉണ്ട്. പിന്നെയോ ഹിമാലയം ഉണ്ട്, അതുപോലെ ഗാരോ ഖാസി. ഇതാണ് പ്രധാനമായിട്ടും ഇന്ത്യയിൽ കാണപ്പെടുന്ന മൗണ്ടൻ റേഞ്ചുകൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് നിഴൽ പ്രദേശം? റെയിൻ ഷാഡോ റീജിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ മലകളൊക്കെ തടഞ്ഞു നിർത്തുമ്പോൾ ഒരു ഭാഗത്ത് കാറ്റ് ഏത് ഭാഗത്തു നിന്നാണോ വീശുന്നത് ആ ഭാഗത്തേക്ക് മാത്രമേ മഴ ലഭിക്കുകയുള്ളൂ. മറ്റേ ഭാഗത്തോട്ട്, മലയുടെ അപ്പുറം മഴ ലഭിക്കുമോ? ഇല്ല. കാരണം മേഘങ്ങൾ ഇവിടെ തടഞ്ഞു നിർത്തല് ചെയ്യുന്നത്. അതുകൊണ്ട് മഴ ലഭിക്കാത്ത പ്രദേശങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മഴനിഴൽ പ്രദേശം എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെന്ന് വെച്ചാൽ നമ്മുടെ പശ്ചിമഘട്ടത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, നമ്മുടെ പശ്ചിമഘട്ടത്തിൽ കേരളത്തിന്റെ ഭാഗത്ത് നല്ല മഴ ലഭിക്കുന്നുണ്ട്. അതേസമയം തമിഴ്നാട്ടിലൂടെ എന്ത് ലഭിക്കുന്നില്ല? മഴ ലഭിക്കുന്നില്ല. Okay, such region which low rainfall are generally known as rain shadow region. നിഴൽ പ്രദേശങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? മഴ കുറവായ പ്രദേശങ്ങളെ പൊതുവെ പറയുന്ന പേരാണെന്ത്? നിഴൽ പ്രദേശം എന്ന്. ഓക്കെ, എന്നാൽ ഈ പർവ്വതങ്ങൾ, മൗണ്ടെയിന് നേരെ കാറ്റ് വീശുന്ന സ്ഥലങ്ങളാണോ, അവിടെ നല്ല മഴ ലഭിക്കും. ഓക്കെ, പ്രധാനമായിട്ടും നന്നായിട്ട് മഴ ലഭിക്കും. എന്നാൽ അതിനപ്പുറമുള്ള സ്ഥലവും, അതിനപ്പുറം മഴ ലഭിക്കാതെ കാറ്റ് ഒഴിഞ്ഞു പോകാനും കാരണം. സോ ഇങ്ങനെ മഴ ലഭിക്കാതെ കാറ്റ് ഒഴിഞ്ഞു പോകുന്ന പ്രധാനപ്പെട്ട മൗണ്ടൻ റേഞ്ച് ആണ് ഇത് ആരവല്ലി എന്ന് പറയുന്നത്. അതായത് കാറ്റ് വീശുന്ന അതേ ദിശയിലാണ്, സമാന്തരമായിട്ടാവും ഈ മല നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അതുകൊണ്ട് തന്നെ അവിടേക്ക് കാറ്റ് വീശുമ്പോൾ കാറ്റിന് സ്മൂത്ത് ആയിട്ട് കടന്നു പോകാൻ പറ്റും. മലയുടെ അപ്പുറത്തേക്ക് പോകാതെ ഒരേ വഴി കൂടെ നേരെ സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് ആ സ്ഥലത്ത് എന്തുണ്ടാവില്ല? പിന്നെ മഴ കാര്യമായിട്ട് ലഭിക്കില്ല. അങ്ങനത്തെ ഒരു മലയാണ്, ഇന്ത്യയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട മലയാണ് ഇത് ആരവല്ലി മൗണ്ടൻ റേഞ്ച് എന്ന് പറയുന്നത്. ഈ ആരവല്ലി മൗണ്ടൻ റേഞ്ച് ആണ് രാജസ്ഥാൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ചൂട് കൂടിയ സ്ഥലമാണ്. അവിടെ ചൂട് കൂടാനും മരുഭൂമിയാകാനും കാരണമായത് ഏതാണ്? ഈ ആരവല്ലി മൗണ്ടൻ റേഞ്ച് ആണ്. നമുക്ക് അടുത്ത് നോക്കാൻ പോകുന്ന ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ആണ് അഗ്രികൾച്ചർ. കൃഷി എന്താണ്? കൃഷി എങ്ങനെയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലാണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കൃഷിയെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്: റാബി, ഖാരിഫ്, സയ്ദ്. 3 കാലഘട്ടമായിട്ട്, 3 സീസൺ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആ 3 സീസണുകളാണ് റാബി, ഖാരിഫ്, സയ്ദ്. ആ പേര് ഓർത്ത് വെക്കുക, റാബി, ഖാരിഫ്, സയ്ദ് എന്ന് പറയുന്നത്. ഓക്കെ, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഖാരിഫ് കാലം എന്ന് പറയുന്നത്. ഖാരിഫ് സീസൺ ഡ്യൂറിംഗ് ദ സൗത്ത് വെസ്റ്റേൺ മൺസൂൺ.
ഓക്കെ. ഈ സമയത്ത് എന്തൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്? പാഡി, നെല്ല് കൃഷി ചെയ്യുന്നുണ്ട്, പരുത്തി, കോട്ടൺ കൃഷി ചെയ്യുന്നുണ്ട്, ചണം, ജൂട്ട് കൃഷി ചെയ്യുന്നുണ്ട്, അതുപോലെ ജോവർ, അരിച്ചോളം, അതുപോലെ ബജ്ര, തുവര, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഖാരിഫ് സീസണിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഓക്കെ. ഇതിന് എന്ത് വേണം? ഹൈ ടെമ്പറേച്ചർ ആൻഡ് അബണ്ടന്റ് വാട്ടർ, നല്ല ടെമ്പറേച്ചറും വേണം, അതുപോലെയോ നല്ല ജലവും ഈ സീസണ് വേണം. നമ്മുടെ കേരളത്തിലൊക്കെ പ്രധാനമായിട്ടും അത്യാവശ്യം ചൂടുണ്ട്, മഴയുണ്ട്, അതുകൊണ്ടാണ് കേരളത്തിൽ നെല്ലൊക്കെ നന്നായിട്ട് വളരുന്നത്. ഓക്കെ. അടുത്താണ് റാബി സീസൺ. റാബി സീസൺ ബിഗൈൻസ് ഇൻ ഒക്ടോബർ നവംബർ വിത്ത് വിന്റർ ആൻഡ് എൻഡ്സ് ഇൻ ഫെബ്രുവരി. റാബി കാലം എന്ന് പറയുന്നത് എന്താ? ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ആരംഭിച്ചിട്ട് ശൈത്യകാലം, തണുത്ത സീസണിൽ അവസാനിക്കുന്ന ഒന്നാണ് എന്ത്? റാബി സീസൺ എന്ന് പറയുന്നത്. ഇവിടെ എന്തൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്? ഗോതമ്പ്, വീറ്റ്സ്, അതുപോലെ പയറുവർഗ്ഗങ്ങള്, അതുപോലെ കടുക്, മസ്റ്റാർഡ്, ഇതൊക്കെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഈ റാബി സീസണിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇതിന് എന്ത് വേണം? മോഡറേറ്റഡ് ടെമ്പറേച്ചർ ആൻഡ് വാട്ടർ, മിതമായിട്ടുള്ള ഊഷ്മാവും ജലവുമാണ് ഈ സീസണിൽ അത്യാവശ്യം. ഇനി അടുത്താണ് സെയ്ദ്. ഷോർട്ട് സമ്മർ ക്രോപ്പിംഗ് ആഫ്റ്റർ റാബി ഹാർവെസ്റ്റ്. ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷികകാലമാണിത് സയ്ദ് എന്ന് പറയുന്നത്. റാബി വിളവെടുപ്പിന് ശേഷമുള്ള കാലത്തെയാണ് നമ്മൾ ഇത് പറയുന്നത് സെയ്ദ് എന്ന് പറയുന്നത്. ഈ സെയ്ദിൽ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാ? തണ്ണിമത്തൻ, നമ്മുടെ വേനൽക്കാലൊക്കെ ഉണ്ടല്ലോ, ആ സമയം തണ്ണിമത്തൻ, വാട്ടർമെലൺ കൃഷി ചെയ്യും, കുക്കുംബർ, വെള്ളരി കൃഷി ചെയ്യാൻ പറ്റും, പച്ചക്കറികൾ, വെജിറ്റബിൾ കൃഷി ചെയ്യാൻ പറ്റും, അതുപോലെ കാലിത്തീറ്റ, അതായത് ഫോഡർ ക്രോപ്സ്, അതായത് നമ്മുടെ കന്നുകാലികൾക്ക് ആവശ്യമായുള്ള മറ്റു കൃഷികളും കൃഷി ചെയ്യാൻ പറ്റും. ഇതിന് എന്താ വേണ്ടത്? ജലസേചനം ലഭ്യമായ പ്രദേശങ്ങൾ, വെള്ളം ഇതിന് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഇറിഗേഷൻ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഇതിന് ഈ സെയ്ദ് വിളകൾ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കും. ഇനി അതെന്താ നമുക്ക് ബോക്സിൽ നിന്ന് പഠിച്ചു നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. വിള ഏതാണ്? നെല്ലാണെങ്കിലോ നെല്ലിന് ധാരാളം, റൈസ് ആണെങ്കിൽ നന്നായിട്ട് ജലം, abundant water is needed, നല്ല വെള്ളം ആവശ്യമാണ്. എന്നാണ് വിത്ത് വിതയ്ക്കുക? ജൂൺ മാസത്തിലാണ് വിത്ത് വിതയ്ക്കുക. വിളവെടുക്കുന്ന സെപ്റ്റംബർ മാസത്തിലാണ്. ഈ രണ്ടാമത്തോ മീറ്റ്, ഗോതമ്പ് എടുക്കുകയാണെങ്കിലോ ഗോതമ്പിന് മോഡറേറ്റ് എമൗണ്ട് ഓഫ് വാട്ടർ, മിതമായ അളവിൽ വെള്ളം ആവശ്യമാണ്. ഇതെന്നാ കൃഷി ചെയ്യുന്ന വിത്ത് വിതയ്ക്കുന്ന മാസം? അത് ഒക്ടോബർ ആണ്. എന്നാണ് നമ്മൾ വിളവെടുക്കുന്നത് മാർച്ചിലാണ്. ഇനി തണ്ണിമത്തൻ, വാട്ടർമെലന്റെ കാര്യം പറയുകയാണെങ്കിലോ വാട്ടർമെലൻ നമ്മൾ പറഞ്ഞു സെയ്ദിലാണുള്ളത് പറഞ്ഞു. ഈ വെള്ളം ആവശ്യമാണ്, മഴ അധികം വേണ്ട, എന്നാലോ വെള്ളം ആവശ്യമാണ്. ഇത് ഏത് മാസത്തെ കൃഷി ചെയ്യുക? ഏപ്രിലാണ് കൃഷി ചെയ്യുക. ഏത് മാസത്തിലെ വിളവെടുക്കുക? ജൂൺ മാസത്തിലാണ് വിളവെടുക്കുക. ഓക്കെ. ഇനി അടുത്താണ് ഫുഡ് ക്രോപ്സ് ക്ലാസിഫിക്കേഷൻ. ഈ ഫുഡ് ക്രോപ്സ്, ഭക്ഷ്യവിളകളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ധാന്യങ്ങൾ, അതുപോലെ പയറുവർഗ്ഗങ്ങൾ. ധാന്യങ്ങൾ എന്നും പയറുവർഗ്ഗങ്ങൾ എന്നായിട്ട് രണ്ടായിട്ട് തരംതിരിക്കാം. ഈ ധാന്യങ്ങൾ തന്നെ വീണ്ടും രണ്ടായിട്ട് തിരിക്കാം. ഫൈനൽ സെറിലാസ്, അതായത് മൃദുധാന്യങ്ങൾ എന്നും. ഈ മൃദുധാന്യങ്ങളിൽ പെടുന്നതാണ് നെല്ല്, ഗോതമ്പ്. നമുക്ക് നോർമലി ഭക്ഷണം വെച്ച് കഴിക്കാനൊക്കെ യൂസ് ചെയ്യുന്ന നെല്ല്, ഗോതമ്പ്. അതുപോലെ പരുക്കൻ ധാന്യങ്ങൾ എന്താ വിടുക? ബജ്ര, ചോളം, റാഗി. ഇതൊക്കെ നമുക്ക് അതേപോലെ കഴിക്കാൻ പറ്റില്ല. അതൊക്കെ നീരെടുത്തുകാണ്ട് അല്ലെങ്കിൽ പ്രോസസ് ചെയ്തുകൊണ്ട് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അടുത്താണ് ഇന്ത്യയിൽ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്ന പയർ വർഗ്ഗങ്ങളാണ് ഇതൊക്കെ. നോർമൽ നമ്മൾ കഴിക്കുന്ന പയറ്, അതുപോലെ തുവര തുടങ്ങിയ വിളകളൊക്കെയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത്. ഇനി അടുത്താണ് ക്യാഷ് ക്രോപ്സ്, നാണ്യവിളകൾ. അതായത് പണത്തിന് വേണ്ടിയിട്ട് കൃഷി ചെയ്യുന്ന വിളകളെയാണ് നമ്മൾ എന്ത് പറയുക? നാണ്യവിളകൾ എന്ന് പറയാം. നാണ്യവിളകൾ കൊമേഴ്ഷ്യൽ പർപ്പസിന് കൃഷി ചെയ്യുന്ന, കൊമേഴ്ഷ്യൽ പർപ്പസിൽ ലാർജ് സ്കെയിലിൽ ഒരുപാട് സ്ഥലത്ത് കൃഷി ചെയ്യുന്ന വിളകളെയാണ് നമ്മൾ എന്ത് പറയുക? ക്യാഷ് ക്രോപ്സ്, നാണ്യവിളകൾ എന്ന് പറയാം. പ്രധാനമായിട്ട് ഏതൊക്കെയാ? ഷുഗർ കെയിൻ, കരിമ്പ്, അതുപോലെ ടുബാക്കോ, പുകയില, കോട്ടൺ, പരുത്തി, ജൂട്ട്, ചണം, അതുപോലെ ഓയിൽ സീഡ്സ്, എണ്ണക്കുരുക്കൾ. ഇതൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നത്, ക്യാഷ് ക്രോപ്സിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുന്നത്. ഇനി അവസാനം പറയാനുള്ള ഫൈബർ ക്രോപ്സ്, നാരുവിളകൾ എന്താണ്? അതായത് നാര് മീൻസ് നമ്മുടെ തുണിത്തരങ്ങൾക്ക് നാര്, മറ്റ് അങ്ങനത്തെ ആവശ്യത്തിന് യൂസ് ചെയ്യുന്ന വിളകളെയാണ് നമ്മൾ നാരുവിളകൾ, ഫൈബർ ക്രോപ്സ് എന്ന് പറയാം. പ്രധാനമായിട്ട് ഏതൊക്കെയാണ്? കോട്ടൺ, അതുപോലെ ജൂട്ട്, നമ്മുടെ പരുത്തിയില്ലേ, പരുത്തി തുണിയൊക്കെ കോട്ടൺ തുണികളൊക്കെ ഉണ്ടാക്കുന്ന പരുത്തി, അതുപോലെ ജൂട്ട്, ചണം. ഇത് രണ്ടാണ് ഇന്ത്യയിലെ പ്രധാനമായിട്ടും നാരുവിളകൾ എന്ന് പറയുന്നത്. ഇത് എന്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും? തുണിത്തരങ്ങൾ ഉണ്ടാക്കാൻ, ബാഗുകൾ ഉണ്ടാക്കാൻ, അതുപോലെ മറ്റു വസ്തുക്കൾ, ചാക്കുകൾ മറ്റും ഉണ്ടാക്കാനൊക്കെ ഈ നാരുവിളകൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അടുത്ത് പറയാനുള്ള എണ്ണക്കുരുക്കൾ ഓയിൽ സീഡ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഒന്നുകൂടി സെപ്പറേറ്റ് ആയി ക്ലാസിഫൈ ചെയ്യാന്ന് മാത്രം. എണ്ണക്കുരുക്കൾ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഈ തേങ്ങ,
അതുപോലെ ഇതൊക്കെ നമുക്ക് എണ്ണക്കുരുകളിൽ പറ്റും. അതുപോലെ നിലക്കടല, കടുക് ഇതൊക്കെ ഇതിൽ പറ്റും. മസ്റ്റാർഡ് ഇതൊക്കെ ഇതിൽ പറ്റും. സൺഫ്ലവർ ഇതൊക്കെ എണ്ണക്കുരുക്കളിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, എണ്ണക്കുരുക്കൾ അല്ലെങ്കിൽ ഓയിൽ സീഡ്സ് എന്ന് പറയാം. ഓക്കെ. ഇനി അതർ ക്രോപ്സിൽ പെട്ട മറ്റു കാര്യങ്ങളാണ് നമ്മുടെ തേയില, ടീ, അതുപോലെ കോഫി, അതുപോലെ റബ്ബർ, പിന്നെ സ്പൈസസ് സുഗന്ധദ്രവ്യങ്ങൾ, അതുപോലെ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഇതൊക്കെ പെടുന്നത്. ഓക്കെ. ഇതൊക്കെ പലതും എങ്ങനെ കൃഷി ചെയ്യുന്നത്? മെനി ആർ പ്ലാന്റേഷൻ ക്രോപ്സ്. ഇത് പലതും തോട്ട വിളകളാണ്, അതായത് ഒന്നിച്ച് കൃഷി ചെയ്യുന്ന വിളകളാണ് ഇതിൽ പലതും എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇത്രയും പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ ആദ്യത്തെ നമ്മുടെ 6ാമത്തെ പാഠത്തിന്റെ 2ാം ഭാഗമാണ്. 6ാമത്തെ പാഠം എന്ന് പറയുന്നത് വലിയൊരു പാഠമാണ്. സോ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പൊ ഈ ലാസ്റ്റ് പറഞ്ഞ ഭാഗത്ത് നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു.